അയ്യോ നോക്കെൻ്റെ ഫോണിൻ്റെ വിനിതേ എറിഞ്ഞു കൊല്ലണ പണ്ടറന്നായ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇന്ന് ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് സ്കൂൾ ബസ് ഇന്ന് നേരത്തെ വന്നു കേട്ടോ. ഇവിടുന്ന് ഇപ്പോൾ ആകെ പോണത് പൊമ്മും അമ്പുലും മാത്രം ഇട്ടാ പോണത്. നമ്മുടെ ഇവിടുത്തെ തൊട്ട വീട്ടത്തെ കുട്ടി അല്ലാണ്ട് ഇവിടുന്ന് ആരും ഇല്ല കേട്ടോ. അപ്പോൾ ഉണ്ണിക്കുട്ടനൊന്നും പോകണില്ല കേട്ടോ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ അവൻ്റെ ടാറ്റയൊക്കെ കൊടുത്ത് പറഞ്ഞയച്ചിട്ട് അങ്ങനെ വരികയുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെ വരികയാണ്. ഞാൻ അവനെ കൊണ്ട് പോയതാണ്, എനിക്ക് ലഡു കിട്ടില്ലടാ, കൊടി ഉയർത്തുന്നത് കാണാലടാ എന്നാ ഉണ്ണിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓയെന്നൊക്കെ പറഞ്ഞിങ്ങനെ വരികയുണ്ട്. ഇത് നമ്മുടെ വീട്ടിൻ്റെ ഉമ്മർത്ത് കൂടി അല്ല കേട്ടോ നമ്മൾ വരുന്നത്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിൻ്റെ അവളുടെ ഉമ്മർത്ത് കൂടെ ഉണ്ട് വരുന്നത്. അവളുടെ ഉമ്മർത്ത് കൂടെ വരുന്നത് എന്താ വെച്ചാൽ കുറച്ച് നേരം അവളെ കൊണ്ട് കൂട്ടം കൂടിയും കൊണ്ട് അങ്ങനെ ഇരിക്കാലോ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ എപ്പോഴും അവനെ കുട്ടികളിലേക്ക് സ്കൂളിലേക്ക് അയച്ചു വിട്ടിട്ട് ഈ വഴി കൂടി ആയിട്ട് വരിക വന്നുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം കൂട്ടം കൂടി ഇരിക്കും. അപ്പോൾ കുറച്ച് നേരം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു 10 മിനിറ്റൊക്കെ അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ വീട്ടിൽ പണിയുണ്ടെങ്കിൽ മാത്രം എനിക്ക് പണിയുണ്ട് ഞാൻ പോളൂട്ടാ പറഞ്ഞിട്ട് ഓടി വരും, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ കൂട്ടം കൂടിയും കൊണ്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന ഇടയിൽ കൂടെ അവൾ എന്നെ കൊണ്ട് ഉള്ളിക്ക് ഒരു സാധനം തരാവട്ടെ എന്നെ ഉള്ളിക്ക് വിളിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ എന്താണാവോ നീ തിന്നാനാണാവോ വിചാരിച്ചു ഞാൻ ശരി കൊണ്ട് ഉണ്ണിക്കുട്ടിനെ വിളിച്ചും കൂടെ അങ്ങനെ ഉള്ളിൽ കയറിയിട്ടാ. അപ്പോഴാണ് അവളോട് തിന്നാനൊന്നും അല്ലടി പറഞ്ഞിട്ട് അവിടെ പറഞ്ഞു. അപ്പോൾ ഈ ഫോൺ ഞാൻ എടുക്കാൻ മറന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇരുന്നിടത്ത് ആ ഫോണും വെച്ചിട്ടാണ് ഉള്ളിൽ കയറി. ഫോണിൻ്റെ കാര്യവും മറന്നു കേട്ടോ. എൻ്റെ കയ്യിൽ ഫോണുള്ള കാര്യം ഞാൻ മറന്നു കേട്ടോ. അത് അവൾ ഉമ്മർത്ത് വെച്ചും കൊണ്ട് വന്നു. അങ്ങനെ അവൾ എന്നെ റൂമിൻ്റെ ഉള്ളിലേക്ക് വിളിച്ചിട്ട് ഞാൻ അവിടെ നിന്നിട്ട് എന്താണ് ചോദിക്കുന്നത്. അപ്പോൾ അവൾ അലമാര ഓരോന്നൊക്കെ ഇങ്ങനെ വലിച്ചിട്ടുന്നു കേട്ടോ. വലിച്ചിട്ട് എനിക്കൊരു സാധനം തരാം, കുറേ ദിവസമായി തരാമെന്ന് വിചാരിക്കണമെന്നാ പറഞ്ഞിട്ട് തന്നു കേട്ടോ. അപ്പോൾ ഞാനിത് എന്താണ് പറഞ്ഞിട്ട് നോർത്തിയൊക്കെ നോക്കുമ്പോൾ അവൾ പറഞ്ഞു ഒരു പാൻറ്റാണ് എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പറ്റുമോ നോക്ക് പറഞ്ഞു. അപ്പോൾ ഞാനത് കിട്ടിയ വഴിക്ക് എന്ത് ചെയ്ത് അടിയൊക്കെ മറച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കട്ടെ പറഞ്ഞിട്ട് എനിക്ക് പറ്റുകയാണെങ്കിൽ എടുത്താൽ മതിയല്ലേ, അവൾക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ നോക്കട്ടെ എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല തോന്നിയിട്ട് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, നോക്കട്ടെ ഞാൻ എന്തായാലും ഇട്ട് നോക്കിയിട്ട് പറയാട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനത് അവളുടെ നിന്ന് മേടിച്ചു. പിന്നെ ഞങ്ങൾ 2 മിനിറ്റ് നേരം ഉള്ളിലിരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞു കേട്ടോ. അപ്പോഴും എനിക്ക് ഈ ഫോണിൻ്റെ കാര്യം ഓർമ്മയില്ല കേട്ടോ. പിന്നെ ശരിയിട്ടേ ഞാൻ പോട്ടെ, വീട്ടിൽ പണിയുണ്ട്, കുറേ പണിയുണ്ട്, രാവിലെ എണിച്ചും കൂടെ ഒന്നും നാർത്തിയല്ലേ കുട്ടികളിലും വിട്ടത്, പണികളൊന്നും ഒരുങ്ങിയിട്ടില്ലേ, ശരിയാണ് ഞാൻ പോകണം, എല്ലാം ഒരുക്കി വെച്ചിട്ട് ഞാൻ വരാട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇറങ്ങിയിട്ടാ. അപ്പോൾ ഈ ഇറങ്ങുമ്പോൾ എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഈ ഫോണിൻ്റെ കാര്യം. ഞാൻ ആ കാര്യം പറ്റാൻ മറന്നുപോയിട്ടാ. എന്നാൽ അവളും പറയുന്നില്ല നിൻ്റെ ഫോൺ എന്നാന്ന് പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറിയിട്ടാണ് എൻ്റെ ഫോൺ എടുക്കുക ഉള്ളിലുണ്ടാവും വേണ്ടി. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇറങ്ങിയതിന് ശേഷം. അപ്പോൾ അവൾ അന്ന് ഫോൺ എടുത്ത് തരാൻ വേണ്ടിയിട്ട് അവൾ ഉള്ളിലൊക്കെ തിരയേറിട്ടാ. നോക്കുമ്പോൾ ഞാൻ നിന്നിടത്ത് കാണാനില്ല കേട്ടോ. അപ്പോൾ ഇവിടെയും കാണാനില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട് നീ വന്ന് നോക്ക്, നീ എവിടെ വെച്ച് നോക്ക് പറഞ്ഞു കേട്ടോ. ഞാൻ നിന്നിടത്തൊക്കെ വന്ന് നോക്കുന്നുണ്ട്, അതൊന്നും കാണാനില്ല. ഇവിടെ ഉണ്ടോ പറഞ്ഞിട്ട് നോക്കി, അവിടെ കാണാനില്ല. അപ്പോൾ അവൾ പറഞ്ഞു ഉള്ളിൽ പോയി നോക്ക്, അവിടെയല്ലേ നീ നിന്നത്, അവിടെ പോയി നോക്ക് പറഞ്ഞു. അവിടെയൊക്കെ ഞാൻ പോയി നോക്കി. ഇനിയിപ്പോൾ തുണികളൊക്കെ വലിച്ചിട്ടപ്പോൾ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവുമോ പറഞ്ഞിട്ടേ. അപ്പോൾ അവിടെ നോക്കണം, അവിടെ ഒന്നും കാണാനില്ല. അപ്പോൾ ഞാൻ അയ്യോ എൻ്റെ ഫോൺ അവിടെ പോയി, അന്ന് നിൻ്റെ ഫോണിലൊന്ന് വിളിച്ച് നോക്കടി പറയുമ്പോൾ അവൾ പറയണം എൻ്റെ ഫോണിലാണെങ്കിൽ ബാലൻസ് ഇല്ലടി, എൻ്റെ ഫോണിൽ പൈസ കഴിഞ്ഞിട്ട് ഇന്നലെ കഴിഞ്ഞു എന്ന്. അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, തൊട്ട വീട്ടുകളിൽ പോയിട്ട് ഒന്ന് വിളിക്കാൻ ആരും കൊണ്ടും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകളിലൊന്നും ആൾക്കാരില്ല കേട്ടോ. എല്ലാവരും രാവിലെ നേരം പണിക്ക് പോയിരിക്കുക, കുട്ടികളൊക്കെ സ്കൂളിലേക്കും പോയിട്ടുണ്ടാവും, അവിടെ ഒന്നും ആരുമില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്ത് ഞാൻ ഇരിക്കണവിടത്തൊക്കെ നോക്കുന്നുണ്ട്, ഞാൻ എവിടെ വെച്ചെന്നാണ് എനിക്ക് ഓർമ്മയില്ല. പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും ഞാൻ വെച്ചാൽ കുട്ടികൾ എന്നെ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയി നിന്നതല്ല, ഇനിയിപ്പോൾ അവിടെ മറന്നു വെച്ചാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആകെ ഇതായിട്ടാണ്. അപ്പോഴേക്കും അവളുടെ കൂട്ടുകാരി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ നമ്പറിലേക്കൊന്ന് ആ കൂട്ടുകാരിൻ്റെ അടുത്ത് ഒന്ന് വിളിക്കാൻ പറയടി പറഞ്ഞു. അങ്ങനെ അവൾ നമ്പർ കൊടുത്തുട്ടാ. നമ്പർ കൊടുത്തപ്പോൾ അവൾ വിളിച്ചപ്പോൾ അതാ സൗണ്ട് കേൾക്കുന്നുണ്ട് അവിടെ ഇപ്പുറത്തെ വീട്ടിലേ, ആ തൊട്ട വീട്ടിൻ്റെ മുറ്റത്ത്. അവൻ്റെ വീട്ടിലാണെങ്കിൽ അവിടെ ആരും ഇല്ല എന്നൂട്ടാ. അവിടെ കുറേ ദിവസമായിട്ട് ആൾക്കാർ ആരും ഇല്ലാണ്ട് താമസമില്ലാണ്ട് കിടക്കണം. അവൻ്റെ വീട്ടിൻ്റെ ഉമ്മർത്ത് കൊണ്ടുവിട്ടിരിക്കണം. എൻ്റെ ഫോണിൻ്റെ കോലം കണ്ടില്ലേ, അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും എന്താണെന്ന് വെച്ചാലേ ആ പട്ടി കടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ചില്ലൊക്കെ പൊട്ടിച്ചിരിക്കുന്നു, കണ്ടില്ലേ, അങ്ങനെ ചില്ലൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്, അതിൻ്റെ കവറൊക്കെ കടിച്ച് കീറിയിട്ടുണ്ട്. എനിക്ക് ആകെ ദേഷ്യമൊക്കെ അങ്ങോട്ട് വന്നു കേട്ടോ. ഞാൻ അതിന് ഇന്നലെയും കൂടി ഇറച്ചിക്കറി വെച്ച് ചോറ് കൊടുത്തതാണ്. ആ പട്ടി എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്തില്ലേ പണ്ടാരപ്പട്ടി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആകെ സങ്കടമായിട്ടാണ്. പിന്നെ എന്താ വെച്ചാൽ ദൂരത്ത് എവിടെയെങ്കിലും കൊണ്ടിട്ടതാണെങ്കിൽ ഫോൺ അടിച്ചാലും കൂടി കേൾക്കില്ലല്ലോ. അങ്ങനെ കടിച്ച് കീറി വലിച്ച് കൊണ്ടിട്ടിരിക്കുന്നു കേട്ടോ. എൻ്റെ പട്ടിയെ നീ എന്നെ കൊണ്ട് ഈ ചതി ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആകെ ഇതായിട്ടാ. ആട്ടി വിടും ആ പട്ടീനെ കണ്ടാലും. ഞാനപ്പോൾ പാവമില്ലാട്ട് ആട്ടി വിടണ്ട പറയും. നമ്മുടെ ആരുടെയും പട്ടിയൊന്നും അല്ലാട്ടോ, അത് എവിടെന്നോ വന്ന പട്ടിയാണ്. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീട്ടിലും അവിടെയും ഇവിടെയൊക്കെ ആണ്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരു നേരം ചോറൊക്കെ കൊടുക്കും. ആ പട്ടി എന്നാലും എന്നെ കൊണ്ട് ഇത് ചെയ്തില്ലേ വല്ലാത്തൊരു പട്ടിയായി പോയല്ലോ പറഞ്ഞിട്ട് എനിക്ക് ആകെ സങ്കടമായി. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ ചില്ലു മാറ്റുകയും ചെയ്യണം, അവറും മേടിച്ച് കിട്ടണം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഏട്ടനെ കൊണ്ട് പറയാണ്ടിരിക്കാനും പറ്റില്ല, ഏട്ടനെ കൊണ്ട് പറഞ്ഞില്ലെങ്കിൽ ഫോൺ ശരിയാക്കാനും പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ പറഞ്ഞാലും എനിക്ക് നല്ല വക്കാണ്, നിങ്ങൾക്ക് ഉറപ്പാണ്. ഏട്ടൻ പറയും ഫോൺ മാത്രമല്ല നിൻ്റെ എല്ലാം കൊണ്ടുപോകും പട്ടി പറഞ്ഞിട്ട് അത്രയ്ക്ക് ശ്രദ്ധയുണ്ട്
നിൽക്കുകൊണ്ട് എന്നെ വക്കാണിക്കും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുന്നത് എന്ത് പട്ടിയാണിത്, ഞാൻ തിന്നാൻ കൊടുത്തിട്ട് അതിൻ്റെ നന്ദി പോലും ഈ പട്ടി കാണിച്ചില്ല, എൻ്റെ ഫോണിൽ കേട് വരുത്തി വെച്ചില്ലേ പറഞ്ഞിട്ട് ആ ഒരു പട്ടി കാരണം എൻ്റെ തുകരം പോയി. ഇനിയിപ്പോൾ ഞാൻ എന്താപ്പം ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുന്നത്. ഏട്ടനെ കൊണ്ട് പറഞ്ഞ ഏട്ടൻ വിശ്വസിക്കുമോ പട്ടി എൻ്റെ ഫോൺ എടുത്തിട്ട് പോയി പറഞ്ഞാൽ? ആരെങ്കിലും വിശ്വസിക്കുമോ പറയാം എൻ്റെ ഫോൺ ഇങ്ങനെ കൊണ്ടുപോയി പറഞ്ഞാൽ? എന്തായാലും ഏട്ടൻ പണി മാറ്റി വരുമ്പോൾ എനിക്ക് വക്കാണ് ഉറപ്പാണ്. അത് കേൾക്കാൻ ഞാൻ എന്തായാലും റെഡി ആയിട്ട് ഇരിക്കുകയുണ്ട്. ഇനിയിപ്പോൾ കേട്ടല്ലേ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട.